കൊടുക്കും. നോക്ക്, രാജയോഗം കുടക്കീഴിൽ വന്നു നിൽക്കുന്നു. സമയം കളയണ്ട, വാ. എപ്പോ വന്നു? കഷായപ്പൊതി ഞാൻ കൊടുത്തയച്ചിരുന്നല്ലോ. ഞാൻ വന്നത് ഉൽപ്പലാക്ഷനെ കാണാനാ. ഞങ്ങള് പ്രസിഡന്റിന്റെ വീട്ടില് മഷി നോക്കി വരുന്ന വഴിയാ. ആയിക്കോട്ടെ, എനിക്ക് ഉൽപ്പലാക്ഷനോട് സംസാരിക്കാനുണ്ട്. അതിന് ടോക്കൺ എടുക്കണം. വൈദ്യരെ അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴാണ് വെച്ചാ കണ്ടോളൂ. വന്നോളൂ. ഇതാ ഇതാ. പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാ. ലംബോദരം വരണ്ട. ഓ അല്ല വൈദ്യരെ, ബലഹീനതയ്ക്ക് വല്ല മരുന്നുണ്ടോ? എന്തിനാ? എനിക്കൊരാളാകാൻ. ഇരിക്കൂ. കണാറിന്റെ വീട്ടിൽ പോയിന്ന് അറിഞ്ഞു. പോയിരുന്നു. അവിടെ പോവരുത്. അവൻ മഹാപഴയാ. അവന്റെ മോള് അതിലേറെ പഴയാ. മോൻ അംബികയെ കണ്ടിട്ടുണ്ടോ? ഏതംബിക? എന്റെ മോള് സുന്ദരിയ. മോന്റെ ജാതി മതമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈ നാട്ടിൽ നിന്ന് മോനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ മോളെ ആയിരിക്കണം. കല്യാണക്കാര്യം ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് വീട്ടുകാരെ വിവരം അറിയിക്കണം. പെട്ടെന്നൊരു തീരുമാനം? സമയെടുത്തോളൂ. പിന്നൊരു കാര്യം, ഇനിമേലിൽ കണാറിന്റെ വീട്ടിൽ പോകരുത്. ഇല്ല. ഉൽപ്പലാക്ഷനുള്ള ഭക്ഷണം ഇവിടെ എത്തും. അത്രയും വേണോ? വേണം. എന്റെ മരുമകനാകാൻ പോകുന്നവൻ കണ്ടവന്റെ എച്ചിൽ തിന്നാലേ എനിക്കാ ക്ഷീണം. തിന്നില്ല. തിന്നരുത്. എന്നെ ധിക്കരിച്ചാൽ പിന്നെ ഒന്നും തിന്നേണ്ടി വരില്ല. മനസ്സിലായോ? വരട്ടെ. അങ്ങനെ ഇപ്പൊ കണാരൻകാർന്നവരുടെ മോള് തങ്കമണി ഉൽപ്പലാക്ഷന് 3 നേരവും വെച്ച് വിളമ്പണ്ട. ഉൽപ്പലാക്ഷൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നതും കാത്ത് വീട്ടിലിരിക്കത്തേ ഉള്ളു കാരണവര്. അതിനു മുമ്പ് അംബിക ചോറുമായി ഉൽപ്പലാക്ഷന്റെ അടുത്തെത്തണം. ഞാൻ പോവില്ല. വെട്ടി തുറക്കും ഞാൻ. പാത്രം എടുക്കടേ. ഇതാ. ഇടവും വലവും തിരിയാതെ അവന്റെ അടുത്തേക്ക് നടക്കടേ. കൊട പിടിച്ചോണ്ട് ഞാൻ പോണ പുറകെ. ലംബോദര, ഓ പറഞ്ഞത് ചെയ്താ മതി എല്ലാവരും. ഓ ആ, അംബികയുടെ ഉൽപ്പലാക്ഷന്റെ കല്യാണം കഴിയുന്നവരെങ്കിലും വൈദ്യർ എന്റെ കൂടെ തന്നെ നിൽക്കണം. അത് പിന്നെ പറയണോ? പിന്നെ ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഞാൻ പിന്നെ വരാം. വരട്ടെ. ശരി, വരട്ടെ. സ്നേഹമുള്ളവനാ. ആരോട്? ലംബോദര. എന്തോ? നാരായണി അവളുടെ മോൾക്ക് വേണ്ടി മത്സരിക്കുക. അവള് ജയിക്കരുത്. മോൾ അച്ഛന്റെ മാനം കാക്കണം. അച്ഛാ, എല്ലാം നല്ലതിനാണെന്ന് കരുതിക്കോളൂ. വിശ്വാമിത്രന്റെ തപസളക്കാൻ ചെന്ന മേനകയുടെ കഥ മോള് കേട്ടിട്ടില്ലേ? പുരാണങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്തിനാ? ആവശ്യം വരുമ്പോ ജീവിതത്തിലിട്ട് പ്രയോഗിക്കാനാ. അച്ഛൻ ഇനി മുന്നോട്ടില്ല. മോള് പോയിക്കോളൂ. പോയി ഇതൊക്കെ മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞേ ആദ്യം അവന്റെ മനസ്സ് പിടിച്ചെടുക്കാൻ നോക്ക്. ആലോചിക്കാനുള്ളതൊക്കെ ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. അച്ഛനാ പറയുന്നത്. മോള് ചെല്ല്. ചെല്ലു മോളെ. ചെല്ലു മോളെ. എന്റെ ഭഗവതി, എല്ലാം മംഗളമാക്കി തരണേ. അയ്യോ, ആരാത്? എനിക്ക് വിശ്വസിക്കാമോ? അമ്മ പറഞ്ഞു ചോറ് കൊണ്ടുവരാൻ. ഓ, എനിക്ക് ശുക്രദശ തുടങ്ങിയെന്നാ തോന്നുന്നു. എന്താ? ഏയ്, നല്ല വിശപ്പ്. വിരോധമല്ലെങ്കിൽ അമ്പിയുടെ കൈ കൊണ്ട് തന്നെ വിളമ്പിക്കോളൂ. വൈദ്യരെ, ഈ തങ്കമണി. ഉൽപ്പലാക്ഷന് കോളടിച്ചടാ. അപ്പൊ എന്റെ കാര്യം? ഇതെല്ലാം നിനക്ക് വേണ്ടി അല്ലടാ. കുറച്ചുകൂടി. ഇതെന്താ? ചോറ്. എന്റെ അമ്മ, എനിക്കും എന്ത് പറ്റി? അച്ഛൻ പറഞ്ഞു ഇത് മുഴുവനും തിന്നണമെന്ന്. അമ്മ പറഞ്ഞു ഇത് മുഴുവനും തീറ്റിക്കണമെന്ന്.